എന്നതിനു വേണ്ടിയാണ് ഞാൻ പൂർവ്വകാലത്ത് നടന്ന ഒരു സംഭവം വിവരിച്ചിട്ടുള്ളത്. ഇന്ന് പലരും ചോദിച്ചു, എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് മാസമർപ്പിച്ചത്, എങ്ങനെയാണ് ഖലീൽ തങ്ങൾ മാസമർപ്പിച്ചത്, ഇവിടെ എങ്ങാനും മാസം കൊണ്ട് റിപ്പോർട്ടൊന്നും പറയുന്നില്ലല്ലോ, മാസം കണ്ടാൽ എങ്ങനെയാണ് നോമ്പുറപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പെരുന്നാൾ ഉറപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മുഹറം ഉറപ്പിക്കേണ്ടത് എന്നതൊക്കെ ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് ഓതി പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ ആലിമീങ്ങളല്ലേ അവർക്കതിനെ സംബന്ധിച്ച് വിവരമില്ലാതിരിക്കുമോ? അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അവർ ഖാദിയായ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ സന്നദ്ധരാകണം. എന്നാൽ പിന്നെ വേറെ ചില സംഘടനയിലുള്ള ആലിമീങ്ങൾ അല്ലെങ്കിൽ സയ്യിദന്മാർ അതേ മറ്റൊരു ദിവസം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ, അവർ ഖാദിയായ മഹല്ലിലുള്ളവർ അവര് ഉറപ്പിച്ചതുപോലെയും കണക്കാക്കി മുന്നോട്ട് പോകണം. അവർ ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും ഒരിക്കലും ചോദ്യം ചെയ്യാൻ ഇസ്ലാമിക ദൃഷ്ട്യാ നിവൃത്തിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. അതിന്റെ പേരിൽ ഒരു ഖാദിയെയും പഴിക്കാനോ ഒരു ഖാദിയെയും ചോദ്യം ചെയ്യാനോ ആർക്കും അധികാരവും അവകാശവും ഇല്ല. സുബ്ഹാനല്ലാഹ്, വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ വെള്ളിയാഴ്ചയാണെങ്കിൽ അതിന്റെയും ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. ഇനി ഞങ്ങൾ നോക്കൂ, കേരളം എന്ന് പറയുന്ന സ്ഥലം, ആ തലക്കേക്ക് പോയാൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ തമിഴ്നാട്, ഇങ്ങോട്ട് വന്ന് കാസർഗോഡ് കഴിഞ്ഞാൽ കർണാടക. തമിഴ്നാട്ടിലും ഒരു ദിവസം മുഹറം 1, അന്ന് തന്നെ കർണാടകയിലും യാതൊരു തർക്കവും ഇല്ലാതെ മുഹറം 1. അതിന്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത്. സാധാരണ ഞാൻ പറയാൻ നങ്ക് പോലത്തെ സ്ഥലമാണ്, അതായത് കൂടുതൽ വീതിയൊന്നുമില്ല, ചെറിയ വീതിയിലുള്ള കുറച്ച് നീളമുള്ള ഒരു സ്ഥലം. അപ്പുറവും നോമ്പ് ഇപ്പുറവും നോമ്പ്, അല്ലെങ്കിൽ അപ്പുറം മാസം കണ്ടിരിക്കുന്നു അപ്പുറം ഓർപ്പിച്ചിരിക്കുന്നു. കർണാടകയിൽ എല്ലാവരും യോജിച്ച് അത് ഓർപ്പിച്ചു. അതിന്റെ ഇടയ്ക്കൊരു സ്ഥലത്ത് മാത്രം ഒരു ചെറിയ തർക്കം. ആ തർക്കത്തിന്റെ പേരിലും ഖാദിമാർ തമ്മിൽ കുറ്റം പറയുകയോ ഖാദിമാരെ പിന്തുടരുന്നവർ കുറ്റം പറയുകയോ ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം 2 കക്ഷികളും ശാഫിഈ മദ്ഹബ് അനുസരിച്ചാണ് അവർ മാസം ഉറപ്പിച്ചത്. ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, മാസമുറപ്പിക്കാൻ എല്ലാ മഹല്ലിലും മാസം കാണേണ്ടതില്ല. മറിച്ച് ഉദയാസ്തമന വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ അത് അപ്പുറത്തേക്കും ബാധകമാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാ മഹല്ലിലും മാസം കണ്ടിട്ട് നോമ്പുറപ്പിക്കുന്ന പരിപാടിയില്ല, മാസമുറപ്പിക്കുന്ന പരിപാടി ഇല്ലെന്നെല്ലാവർക്കും അറിയാം. എന്നാൽ ഫത്ഹുൽ മുഈനിൽ ഇങ്ങനെ കാണാം, വനബ്ബഹ സുബ്കിയു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഉണർത്തി, വതബിഅഹു ഗൈറുഹു, ഇമാം സുബ്കി അല്ലാത്തവർ അതിനെ പിന്തുടരുകയും ചെയ്തു. അലാ അന്നഹു യൽസമു മിനർ റുഇയത്തി ഫിൽ ബലദി ശർഖി, കിഴക്കൻ നാട്ടിൽ മാസം കണ്ടാൽ അതിനാൽ ഉണ്ടാകും റുഇയത്തുഹു ഫിൽ ബലദിൽ ഗർബി, പടിഞ്ഞാറൻ നാട്ടിൽ മാസം കാണുക എന്നത് അതിനാൽ ഉണ്ടാകുന്നതാണ്. മിൻ ഗൈരി അക്സിൻ, അതേ സമയത്ത് അതിന്റെ നേര് വിരുദ്ധമായി പടിഞ്ഞാറ് കണ്ടതുകൊണ്ട് കിഴക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇതില്ലൈലു യദ്ഖുലു ഫിൽ ബിലാദി ശർഖിയ്യതി, എന്തുകൊണ്ട് കിഴക്കൻ നാടുകളിൽ രാത്രി പ്രവേശിക്കും ഖബ്ലു, അതേ ഈ പടിഞ്ഞാറൻ നാടുകളിൽ രാത്രി പ്രവേശിക്കുന്നതിന് മുമ്പ്. വഖളിയ്യത്തു കലാമിഹിം, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിനോട് പിന്തുടർന്നവരും അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നതിന്റെ തേട്ടം, അന്നഹു മതാർ ഫീ ശർഖിയ്യിൻ, കിഴക്കൻ നാട്ടിൽ എവിടെയെങ്കിലും മാസം കണ്ടാൽ ലസിമ കുല്ല ഗർബിയ്യിൻ, എല്ലാ പടിഞ്ഞാറുകാർക്കും നിർബന്ധമാകും, അല്ലെങ്കിൽ എല്ലാവർക്കും മാസം കണ്ടതുപോലെയാകും. ബിന്നിസ്ബതി ഇലൈഹിൽ അമലു, പടിഞ്ഞാറൻ ഭാഗത്തുള്ളവരെല്ലാം ആ കിഴക്ക് കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കൽ നിർബന്ധമാകും. ഇങ്ങനെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുകയും മറ്റുള്ളവർ അതിനെ പിന്തുടരുകയും ചെയ്തു എന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം. അതിനുശേഷം അതിന് വിരുദ്ധമായി ഫത്ഹുൽ മുഈനിൽ ഒന്നും പറഞ്ഞിട്ടില്ല.
അതിന് ഈത്തിറാദ് പറഞ്ഞിട്ടില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെതിര് പറയാതിരുന്നാൽ അവരത് അംഗീകരിച്ചു എന്നാണ് പൊതു തത്വം. അങ്ങനെ വരുമ്പോൾ ഫത്ഹുൽ മുഈൻ അംഗീകരിക്കുന്ന ഈ ആശയം അതനുസരിച്ചാണ് അങ്ങ് കിഴക്കൻ ഭാഗത്ത് മാസം കണ്ടതിന്റെ പേരിൽ പടിഞ്ഞാറൻ ഭാഗത്ത് കൂടി തീരുമാനമെടുത്ത പണ്ഡിതന്മാർ തീരുമാനിച്ചത് ഫത്ഹുൽ മുഈൻ അനുസരിച്ചാണ്. സുഹൃത്തുക്കളെ, എന്നാൽ ചിലർ ചോദിക്കും, അത് അംഗീകരിക്കാത്തവരോ? അവർക്കും വകുപ്പുണ്ട്. അതെ, എല്ലാവർക്കും ഉണ്ടാവും വകുപ്പ്. ഇമാമിങ്ങള് അലിമിങ്ങള് തമ്മിൽ ഖിലാഫ് ഉണ്ടാകുമ്പോ അങ്ങനെയല്ലേ. ഇതേ വിഷയം തുഹ്ഫയിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായിലും പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം ഇമാം ഖതീബ് സർബീനി തങ്ങൾ മുഗ്നിയിലും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളും അതുപോലെ ഇമാം റംലി തങ്ങളും അതുപോലെ ഖതീബ് സർബീനി മുഗ്നിയുടെ മുസന്നിഫും ഒക്കെ ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. അവരെല്ലാവരും ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് രചിച്ചവരാണ്. എല്ലാവരും രചിച്ചത് മിൻഹാജിന്റെ ശറഹ. നിഹായിലും മുഗ്നിയിലും ഇതിനെ അംഗീകരിച്ചുകൊണ്ട് അഖറഹു, അതിനെ അംഗീകരിച്ചു എന്ന് തന്നെ അബ്ദുൽ ഹമീദ് ശർവാനി തങ്ങൾ തുഹ്ഫയുടെ ഹാശിയിൽ പറഞ്ഞത് കാണാം. അപ്പോൾ ഫത്ഹുൽ മുഈനിലും അതേപോലെ മറ്റ് ഹാശിയകൾ നോക്കിയാൽ കാണാം, ആ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പല പണ്ഡിതന്മാരും സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ തുഹ്ഫയിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു വിരുദ്ധമാണെന്ന് തോന്നാവുന്ന ഒരാശയം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു, ആ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞത് ഫുഖഹാഇന്റെ കലാമിന്റെ ലാഹിറിന് വിരുദ്ധമാണെന്ന് വരും. അങ്ങനെ വഫീഹി മുനാഫാത്തുൻ ലിളാഹിരി കലാമിഹിം, ഫുഖഹാഇന്റെ കലാമിന്റെ ബാഹ്യവശത്തിന് എതിരാണ് എന്നത് അതിൽ ഉണ്ട്. വയുവജ്ജഹു കലാമുഹും, ആ ഫുഖഹാഇന്റെ കലാമിന് വേണമെങ്കിൽ ന്യായം പറയാം, ബിഅന്നൽ ലാസിമ ഇന്നമാ ഹുവൽ വുജൂദു ലിർറുഇയതു, അങ്ങനെ കിഴക്കൻ രാജ്യത്ത് കണ്ടതുകൊണ്ട് അതേ പടിഞ്ഞാറൻ രാജ്യത്ത് കാണുമെന്നല്ലോ, ഉണ്ടാകുമെന്നല്ലേ. അതുകൊണ്ട് ഇത് ഖദി യംനഉ മിൻഹാ മാനിഉൻ, ചിലപ്പോൾ അത് കാണാൻ തടസ്സമുണ്ടാകാമല്ലോ. വൽ മദാറു അലൈഹാ ലാ അലൽ വുജൂദി, കാണുന്നതിന്റെ മേലല്ലേ നിദാനം, ഉണ്ടാകുന്നതിന്റെ മേലല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞതിനെ അതിന്റെ ഹാശിയിൽ തന്നെ പലരും ചോദ്യം ചെയ്തതായി നമുക്ക് കാണാം. ഖദ് യുഖാലു ബിത്തഅമ്മുലി ഫീ കലാമിഹിം വവുജ്ജിഹ ഇത്തിബാറു ഇത്തിഹാദിൽ മതാലി യുഅലമു അന്നഹു ലാ മുനാഫാത വഅന്നൽ മൽഹദ വാഹിദുൻ ഫതദബ്ബർ, അങ്ങനെ തുടങ്ങിയിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതിനെ അതിനെ അംഗീകരിക്കാതെ സംസാരിച്ച പല പണ്ഡിതന്മാരും അതിന്റെ ശേഷമുള്ളവരുടെ വാചകങ്ങൾ നമുക്കതിന്റെ ഹാശിയിൽ തന്നെ കാണാം. അതുകൊണ്ട് ഇബ്നു